BCCIൻ്റെ ഒരു കിടിലം ചുവട് പോയിട്ടോ എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്നത്. അതായത് തുല്യ വേതനം, ആൺ പെൺ വ്യത്യാസമില്ലാതെ. അത് ആണല്ലേ അപ്പോൾ അവന് കൂടുതൽ കൊടുക്കണം, അത് പെണ്ണല്ലേ അത് അത്രയും കൊടുത്താൽ മതി എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. അത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പണിക്ക് ആൾക്കാരെ വിളിച്ചാലും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ നമ്മൾ വേറെ ആൾക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടും എന്തുകൊണ്ട് അവിടെ തുല്യ വേതനമില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷേ നമ്മൾ ചെയ്യുന്നതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു തീരുമാനങ്ങളൊക്കെ നമ്മുടെയും കണ്ണ് തുറപ്പിക്കേണ്ടിയിരിക്കുന്നു. അതായത് ആഭ്യന്തര ക്രിക്കറ്റിലെ പുരുഷന്മാർക്ക് തുല്യമായി വനിതാ കളിക്കാർക്കും ഇനി മുതൽ മാച്ച് ഫീസ് നൽകാനുള്ള നടപടികൾ BCCI പൂർത്തിയാക്കി. പുതിയ ശമ്പള ഘടന പ്രകാരം ഓരോ ആഭ്യന്തര ഏകദിന മൾട്ടി ഡേ മത്സരങ്ങൾക്കും വനിതാ കളിക്കാർക്ക് പ്രതിദിനം 50,000 രൂപ ലഭിക്കും. പ്ലേയിങ് 11-ലെ ഈ അംഗങ്ങൾക്കും ഈ ഫീസ് ബാധകമാണ്. പ്ലേയിങ് അംഗമല്ലാത്തവർക്ക് ഒരു മത്സരത്തിന് 25,000 രൂപയാണ് പ്രതിഫലം. T20 മത്സരങ്ങൾക്ക് പ്ലേയിങ് 11 25,000 രൂപയും റിസർവുകൾക്ക് 12,500 രൂപയുമായിരിക്കും ഫീസ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ തുല്യ ശമ്പളം നടപ്പാക്കാനുള്ള BCCIയുടെ ചരിത്രപരമായ ചുവടുവയ്പ്പാണിത്. പുതുക്കിയ ശമ്പളം വനിതാ ജൂനിയർ മത്സരങ്ങളിലും ബാധകമാണ്. ഓക്കെ, ഇത് ഒരുപാട് ആളുകളെ ക്രിക്കറ്റിലേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനും കൂടി ആലോചിപ്പിക്കും. കാരണം ഇപ്പം എന്താണ്, എങ്ങാനും ക്ലിക്കായില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആഭ്യന്തര മത്സരങ്ങളൊക്കെ മാത്രം കളിച്ചിട്ട് എന്താ കാര്യം, ഒന്നും കിട്ടാനില്ലല്ലോ എന്നൊക്കെയുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്. വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുക എന്നൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. കാരണം നമുക്ക് ഒരു ജീവിക്കാനുള്ള വകുപ്പും കൂടി വേണ്ട. അല്ലെങ്കിൽ ആൾക്കാർ പറയും അവൻ വെറുതെ അല്ലെങ്കിൽ അവൾ വെറുതെ കളിച്ചുകൊണ്ട് നടക്കുകയാണെന്ന്. ഇനി അതിലൊരു മാറ്റം വരും. കാരണം ജൂനിയർ ലീഗ് കളിച്ചാലും അത്യാവശ്യം ഇവിടെ ഹൈ ലെവലിൽ ജോലി ചെയ്യുന്നവരെക്കാളും കൂടുതൽ ശമ്പളം പൈസയായിട്ട് ഇവർക്ക് കിട്ടും.